നമസ്കാരം. ജാതി മേൽക്കോയ്മയ്ക്കെതിരായുള്ള വിചാരണകളാണ് നിതിൻ രാജിനെ പോലുള്ളവരുടെ രക്തസാക്ഷിത്വം. ജാതി മേൽക്കോയ്മയ്ക്കെതിരായുള്ള പോരാട്ടത്തിൽ ഇടതടവില്ലാതെ ഇടപെടുവാൻ നമുക്ക് കഴിയണം. നമ്മളെ തന്നെ അപനിർമ്മിക്കേണ്ടിയിരിക്കുന്നു. നമ്മളെ തന്നെ അഴിച്ചു പണിയേണ്ടിയിരിക്കുന്നു. നമ്മളെ തന്നെ ഡീകൺസ്ട്രക്ഷൻ ചെയ്യുക. നിതിൻ രാജ് പൊരുതിയാണ് മരിച്ചത്. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും കൂട്ടത്തിൽ വെച്ച് നിതിൻ രാജിനെ ആക്ഷേപിച്ചതായി പറയപ്പെടുന്നു. നിരവധി പട്ടികൾ ഇവിടെയുണ്ട്. അതിൽ ഏറ്റവും പുഴുത്ത പട്ടിയാണ് നീയെന്ന് നിതിൻ രാജിനെ വിളിച്ച് അധിക്ഷേപിച്ചു. കൂടാതെ ഇഡിയറ്റ് എന്ന് വിളിച്ചപ്പോൾ സെയിം ടു യു എന്ന് പറഞ്ഞുകൊണ്ട് നീയാണ് ഇഡിയറ്റ് എന്ന് തിരിച്ചു വിളിച്ചു നിതിൻ രാജ്. ശരിപ്പെടുത്തി കളയുമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ അതൊന്ന് കണ്ടുകളയാം എന്ന് ധീരമായി മറുപടി പറഞ്ഞു. നിതിൻ രാജിൻ്റെ രക്തസാക്ഷിത്വത്തിലൂടെ തുടർച്ചയായ സമര പരമ്പരകൾക്കാണ് കേരളം ഹർത്താലിലൂടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. 52ഓളം വരുന്ന ദളിത് സംഘടനകൾ ചേർന്നുകൊണ്ടാണ് ഹർത്താൽ ആചരിച്ചത്. സുസംഘടിതരായ പ്രസ്ഥാനക്കാരല്ല ദളിതർ, പ്രക്ഷോഭകാരികൾ തന്നെയാണ് ദളിതർ. എന്നാൽ പൊതുമണ്ഡലത്തിൽ നിന്ന് വോട്ട് നേടുകയും വോട്ട് തേടുകയും ചെയ്യുന്ന പ്രസ്ഥാനമല്ല ദളിതരുടേത്. പക്ഷേ മുഖ്യധാരയിൽ വരേണ്ടുന്ന സമയത്ത് വരിക തന്നെ ചെയ്യും. കാരണം അവർക്ക് വരാതിരിക്കാൻ കഴിയില്ല. അവർ പ്രക്ഷോഭകാരികളാണ്. ദളിത് സംഘടന ഹർത്താൽ നടത്തിയാൽ മാത്രം ഇവിടെയുള്ള വ്യാപാരികൾ, പൊതുസമൂഹം, പോലീസ്, എന്തിനേറെ കോടതി വരെ ഉറഞ്ഞുതുള്ളി ദളിതർ ഹർത്താൽ നടത്തുകയോ എന്ന് ചോദിച്ചുകൊണ്ട്. നിയമം എന്നത് യന്ത്രോപകരണമല്ല, മറിച്ച് നീതി നടപ്പിലാക്കാനുള്ള മനുഷ്യോപകരണമാണ് എന്ന് പറഞ്ഞ മഹാനായ VR കൃഷ്ണയ്യരുടേതാണ് ഇതെന്ന് തിരിച്ചറിയാനുള്ള നീതിബോധം നമുക്കുണ്ടാകണം. 46 പേരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാണ് കോടതി ഇടപെട്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. ബിന്ദു എന്ന യുവതിയെ സ്വർണം കട്ടു എന്ന പേരിൽ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന പോലീസുകാരോട് ദാഹജലം ചോദിച്ചപ്പോൾ, വെള്ളം ചോദിച്ചപ്പോൾ കക്കൂസ് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു അവിടെ പോയി വെള്ളം കുടിച്ചോളൂ എന്ന് പറഞ്ഞു. എന്നാൽ സ്വർണം കട്ട പോറ്റിയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോൾ പോറ്റിക്ക് ഊണിന് തൈര് വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് മൃഷ്ടാനം ഭക്ഷിക്കുവാൻ അവസരമൊരുക്കി കൊടുത്ത നിയമ സംവിധാനമാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അതുകൊണ്ട് നിതിൻ രാജിനെ പോലുള്ളവരുടെ രക്തസാക്ഷിത്വം വരാൻ പോകുന്ന കാലഘട്ടത്തിലുള്ള സമര പോരാട്ടങ്ങളുടെ ഒരു തിരി മാത്രമായി ഈ ഹർത്താൽ മാറിയിരിക്കുന്നു എന്നതാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്.